ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഹോസ്റ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരാഗ്രഹം കിണ്ണത്തപ്പം കഴിക്കാനായിട്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങളുടെ നിധിപ്പെട്ടി അങ്ങ് തുറന്നു. ഇതാണ് നമ്മുടെ ഐറ്റം, അമൃതം പൊടി. ഈ അമൃതം പൊടിയും ഈ ഒരു പഴവും വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ നമ്മുടെ പഴം തൊലിയൊക്കെ ഉരിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കുക. ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്ക് അറിയാമല്ലേ, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അതേ പെർഫെക്ഷനൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും ഒരു തട്ടിക്കൂട്ട് കിണ്ണത്തപ്പം, അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അപ്പോൾ നന്നായിട്ട് സ്മാഷ് ചെയ്തെടുത്ത പഴത്തിലേക്ക് ഞാൻ നമ്മുടെ അമൃതം പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ടീസ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കിണ്ണത്തപ്പത്തിന് കുറച്ച് ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ അമൃതം പൊടി തന്നെയാകുമ്പോൾ ഭയങ്കര ഹാർഡായിട്ട് പോകും. അതിനുശേഷം ഞാനിതിലേക്ക് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഈ ഒരു ബാറ്ററിൻ്റെ പരുവം എന്ന് പറയുന്നത്. ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ഈ ഒരു ബാറ്ററി ഇരിക്കാനായിട്ട്. ഇനി ഞാൻ ഈ മിക്സ് നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റ് ചെയ്തെടുക്കുന്ന ഞങ്ങളുടെ ചുറ്റുപാത്രമാണ് കേട്ടോ. ഇതിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബാറ്ററി പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോഴാണ് അയ്യോ പഞ്ചസാര ചേർത്തില്ലല്ലോ എന്നുള്ള ബോധം പോയത്. പിന്നെ വേഗം 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറയുന്നത്, എടി ഇതിനൊക്കെ നമുക്ക് ഡെക്കറേഷനായിട്ട് എന്തെങ്കിലും വെച്ച് കൊടുത്താലോ എന്ന്. പിന്നെ ഡെക്കറേഷനായിട്ട് അവളുടെ തന്നെ ഐഡിയയിൽ കുറച്ച് ഈന്തപ്പഴം ഉണ്ടായിരുന്നത് ഇതേപോലെ കട്ട് ചെയ്ത് മുകളിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുത്തു. പിന്നെ നമ്മളിത് നമ്മുടെ കെറ്റിലോട്ട് മാറ്റാണ്. മൾട്ടി കെറ്റിൽ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് ഓൾറെഡി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലായിട്ട് ഒരു സ്റ്റീമറിൻ്റെ മുകളിലോട്ട് നമ്മുടെ ഒരു ബാറ്ററി ഇറക്കി വെച്ച് കൊടുത്ത് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ നമുക്കിത് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചൂടൊക്കെ ആറിയതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇത് ഡിമോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഡിമോൾഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്തൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സാധനം നല്ല അടിപൊളിയായിട്ട് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. കിണ്ണത്തപ്പെന്നോ വട്ടയപ്പെന്നോ എന്ത് വേണമെങ്കിലും പേരുകൾ വിളിക്കാവേ. അപ്പോൾ നമുക്ക് വൈകുന്നേരം 4 മണി കാപ്പിക്ക് കഴിക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കിയ നല്ല അടിപൊളി ടേസ്റ്റുള്ള കിണ്ണത്തപ്പവും അതേപോലെ ഈ ഒരു ഉണ്ടംപൊരിയും അതേപോലെ ചായ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.